CPM മുൻ നേതാവ് ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ വഞ്ചനയാണ് സുധാകരൻ കാണിച്ചതെന്നും മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളത്തിൽ നിരവധി പേർ 2 ടേം നിബന്ധനയുടെ ഭാഗമായി സ്ഥാനങ്ങളിൽ നിന്നും മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവരെല്ലാം കഴിവുള്ളവരാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് സുധാകരനും. തനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് ജി സുധാകരൻ കരുതുന്നത്. പാർട്ടിക്ക് എല്ലാവരും സമന്മാരാണ്. അതേസമയം പാർട്ടിക്കെതിരെ രംഗത്തെത്തേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എടുത്ത നിലപാടിനെയും മുഖ്യമന്ത്രി പ്രശംസിച്ചു. പാർട്ടി എന്ന നിലയ്ക്ക് കെ സുധാകരൻ എടുത്ത നിലപാടാണ് നല്ലത്. കെ സുധാകരൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടി എടുത്തത്. അതിന്റെ അവസാനത്തിൽ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു. എങ്കിലും അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി നിന്നു. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണ് ഒരു പാർട്ടിക്കാരൻ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചതെന്നാണ് കാണേണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ല. എത്ര വലിയ വഞ്ചനയാണ് സുധാകരൻ കാണിച്ചത്. പാർട്ടി അർപ്പിച്ച വിശ്വാസം മുഴുവൻ കളഞ്ഞു കുളിച്ചു. ഗൂഢാലോചന നടത്തി കോൺഗ്രസ് പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മാറിയെന്നാൽ എത്ര വലിയ പാതകമാണത്. പാർട്ടി വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. സഖാക്കളിൽ പാർട്ടിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഉറച്ച പാർട്ടിക്കാരനായിരുന്നു ജി സുധാകരൻ. മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ വളരുമെന്ന് പാർട്ടിയും പ്രതീക്ഷിച്ചില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പക്ഷേ മുൻപേ ഇതിനുവേണ്ടി കളമൊരുക്കുകയായിരുന്നു. അതാണിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ലല്ലോ. സുധാകരനെ അനുനയിപ്പിക്കാൻ താൻ വിളിച്ചിരുന്നതായി മുഖ്യമന്ത്രി ആവർത്തിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ CPM നേതാവുമായ ജി സുധാകരൻ പ്രതികരിച്ചത്. CM എന്ന പേരിലാണ് പിണറായി വിജയന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടില്ലെന്നാണ് ജി സുധാകരൻ മറ്റൊരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. വിളിച്ചു എന്ന് പറയുന്നതിന് 2 ആഴ്ച മുൻപ് ആലപ്പുഴയിൽ വരുമ്പോൾ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ഒന്നും അറിയിച്ചില്ലെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു.